പോലീസ് സേന ജനങ്ങളുടെ കണ്ണിലെ കരടാകുന്നു. മികച്ചതല്ല, പിഴച്ചതെന്ന് ജനങ്ങൾ. ഒരു കാലത്ത് കേരള പോലീസ് എന്ന് കേട്ടാൽ ജനങ്ങൾ അഭിമാനം കൊള്ളുമായിരുന്നു. ഇന്ന് നേരെ മറിച്ച് പോലീസ് സേന എന്ന് കേട്ടാൽ വെറുക്കപ്പെട്ടവരായി ജനങ്ങൾ കാണുന്നു. നീതി നടപ്പിലാക്കേണ്ട നിയമപാലകർ തരംതാണ വിടുപണി ചെയ്യുന്നതിലേക്ക് തള്ളപ്പെട്ടുവെന്ന് പോലീസിൻ്റെ മുഖം വികൃതമായി കഴിഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ പോലീസ് നേടിയ സൽപ്പേര് കളഞ്ഞു കുളിക്കുന്ന കളങ്കിതരാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കണക്കില്ലാത്ത ഉദാഹരണങ്ങളാണ്. ഒരു വിഭാഗം പോലീസുകാരാണ് രാജാവിനേക്കാൾ രാജഭക്തി കാട്ടുന്നത്. നവകേരള സദസ്സിന് എതിരെ പ്രതികരിച്ചവരെ നേരിട്ട പോലീസിൻ്റെ രീതി കണ്ട് സംസ്ഥാന ജനത തല കുനിച്ചു. 56 വെട്ടുവെട്ടി മനുഷ്യ മനസ്സിനെ നടുക്കിയ കൊടു ക്രിമിനലുകൾക്ക് കോടതി അർഹമായി ശിക്ഷ വിധിച്ചിട്ടും അവരെ തുറന്നുവിടാൻ പോലീസ് ഉദ്യോഗസ്ഥർ വെമ്പൽ കൊള്ളുകയാണ്. നിലവിലെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചാണ് അന്യായം നടത്താൻ വഴിവിട്ട് ശ്രമം നടത്തുന്നതെന്ന് കേരള ജനത മനസ്സിലാക്കുന്നു. മൈക്കിനും കേബിളിനുമെതിരെ കേസെടുക്കുന്ന കേരള പോലീസ് ജനങ്ങൾ കണ്ടു. ഇതാണ് മാതൃകാ പോലീസ്, ജനമൈത്രി പോലീസ്, ജനങ്ങളുടെ രക്ഷകർ. കാക്കിയിട്ട പോലീസിനെ കാണുന്ന കേരളീയർ പണ്ടെല്ലാം മനസ്സിൽ ഒരു മതിപ്പും വിലയും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഭയവും വെറുപ്പും നാണക്കേടുമാണ് കാണുന്നതെന്ന് ജനങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്ന ഗതികേടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വെറുക്കപ്പെട്ടവരെ അകറ്റി ദൂരെ മാറ്റി നിർത്താൻ ജനങ്ങൾ തയ്യാറായതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ 4-ാം തീയതി കാണാൻ ഇടയായത്. ആ പട്ടികയിലേക്ക് അധികം താമസിയാതെ ജനങ്ങൾ പോലീസ് സേനയെയും ഉൾപ്പെടുത്തുമെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരം നിലപാടുകൾ തുടർന്നാൽ എത്രയോ കെ രമമാരുടെ കണ്ണീരിൻ്റെ പാവക്കറകളെയും വിടാതെ പിന്തുടരുമെന്ന് ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സേനാ തലവന്മാർ ജോൺസൺ മാവുങ്കന്മാരുടെ കാര്യസ്ഥന്മാരാകുന്നു. എന്തിനേറെ ഗുണ്ടാ തലവന്മാരുടെ ഭൃത്യന്മാരായി മാറുന്നതും നമ്മുടെ സംസ്ഥാനത്തിലാണ്. അതിന് പറ്റിയ ആഭ്യന്തര വകുപ്പ് ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, എന്നിട്ട് ആ മരപ്പട്ടിയെ കുറ്റവും പറയുന്നു എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഈ നില തുടർന്നാൽ വലിയ ഭവിഷ്യത്താണ് നാട്ടിൽ ഉണ്ടാവുക എന്ന ഭയത്തിലാണ് ജനങ്ങൾ. ജീവനു വേണ്ടി മല്ലിടുന്ന പാവപ്പെട്ട രോഗികൾക്ക് ICUവിൽ പോലും രക്ഷയില്ലാത്ത അവസ്ഥ കണ്ട് കേരളം ലജ്ജിക്കുന്നു. ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ടവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ വളഞ്ഞ വഴി യാത്ര ജനശ്രദ്ധ ആകർഷിച്ചു. കേരള മുഖ്യമന്ത്രി നേർവഴി ഒഴിവാക്കിയാണ് 18 കിലോമീറ്റർ ചുറ്റി വടക്കാഞ്ചേരി വഴിയാണ് തൃശ്ശൂർ രാമനിലയത്തിലേക്ക് പോയത്. കുന്നംകുളം കേച്ചേരി വഴി തൃശ്ശൂർക്ക് പോകേണ്ട വഴിയിൽ കുണ്ടും കുഴിയും നിറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും വാഹന വ്യൂഹവും വളഞ്ഞ വഴി തിരഞ്ഞെടുത്തത്. കേച്ചേരി തൃശ്ശൂർ റോഡിൽ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ കാത്തുനിന്നവർ നിരാശരായി. മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞത് കേരളത്തിലെ റോഡുകൾ അമേരിക്കയിലെ ന്യൂയോർക്ക് റോഡുകൾക്ക് സമാനമാണെന്ന് പുകഴ്ത്തിയത്. അതേ മുഖ്യമന്ത്രി തന്നെയാണ് നേർവഴിക്ക് പോകാതെ വളഞ്ഞ വഴിയിൽ യാത്ര ചെയ്തത് എന്നത് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. ജോ ബൈഡൻ ന്യൂയോർക്കിൽ വളഞ്ഞ വഴിയിലൂടെയാണ് വൈറ്റ് ഹൗസിൽ എത്തിയതെന്ന് US-ലെ കേരളീയർ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥ പരിവാരങ്ങളും അനവധി പ്രാവശ്യം വിദേശ യാത്രകളിൽ ഉല്ലാസ യാത്ര ചെയ്ത് മടങ്ങി എത്തിയിട്ടും കോടികൾ നഷ്ടപ്പെടുത്തിയിട്ടും സംസ്ഥാനത്തിന് എന്ത് പ്രയോജനം ഉണ്ടായെന്ന് പറയാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നു. വിദേശയാത്ര വിജയകരമായി പൂർത്തിയാക്കി വന്നവർ മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വലിയ വലിയ പദ്ധതികളെക്കുറിച്ച് വാചാലനായിരുന്നു. കപ്പലിൽ മീൻ പിടിക്കുന്ന അത്ഭുതങ്ങൾ വിശദീകരിച്ചതും ജനങ്ങൾ ഓർക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വളഞ്ഞ വഴിയിൽ പോയതിൽ ഒരു തെറ്റുമില്ല. MSFും SFIയും അവർക്ക് കരിങ്കൊടി കാട്ടാൻ പറ്റിയില്ലല്ലോ എന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ. മരുമകൻ്റെ വകുപ്പായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല എന്ന സ്ഥിതിയിലാണ് മുഖ്യനെന്നും ജനങ്ങൾ പറയുന്നു.
ആന്ധ്രയിൽ നായിഡുവിൻ്റെ പ്രതികാര നടപടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ പാർട്ടി ആസ്ഥാനം പൊളിച്ചടുക്കി. ആന്ധ്രാപ്രദേശിൽ പ്രതിപക്ഷ കക്ഷിയായ YSR കോൺഗ്രസ് പാർട്ടിയുടെ നിർമ്മാണത്തിലിരുന്ന ആസ്ഥാന മന്ദിരം ഇടിച്ചു നിരത്തി. അടുത്ത ലക്ഷ്യം ജഗൻമോഹൻ വിശാഖപട്ടണത്ത് കുന്നിടിച്ച് നിർമ്മിക്കുന്ന 560 കോടിയുടെ ആഡംബര മന്ദിരത്തിനെതിരെയും നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷ് പറഞ്ഞു. ഋഷി കൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന കെട്ടിട സമുച്ചയം മുൻ മുഖ്യമന്ത്രിയുടേതല്ല, സർക്കാരിൻ്റെ സ്വത്താണെന്ന് വാദിക്കുന്നു. 61 ഏക്കറുള്ള ഋഷികൊണ്ട കുന്നിലെ 10 ഏക്കറോളം സ്ഥലത്താണ് 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ റിസോർട്ട് മാതൃകയിൽ ആഡംബര മന്ദിരം പണിയുന്നത്. 12 മുറികളും നീന്തൽക്കുളങ്ങളും പടുകൂട്ടൻ ഹോം തിയേറ്ററുകൾ അടക്കം കണ്ണഞ്ചിപ്പിക്കുന്ന മന്ദിരത്തിന് മോടി പിടിപ്പിക്കാൻ 50 കോടിയും അലങ്കാരത്തിന് 33 കോടിയും 560 കോടിയാണ് മൊത്തം ചെലവ്. എന്നാൽ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി താമസിക്കാനായിരുന്നു ഇതിൻ്റെ നിർമ്മാണം എന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടി ആസ്ഥാനം പൊളിച്ചു നീക്കിയത് ഗുണ്ടൂർ ജില്ലയിലെ നേടാപ്പള്ളിയിലെ ജലസേചന വകുപ്പിൻ്റെ 2 ഏക്കർ ഭൂമിയിലാണ് പാർട്ടി കെട്ടിടം നിർമ്മിച്ചത്. അതിനാലാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയതെന്നാണ് സർക്കാരിൻ്റെ വാദം. കെട്ടിടം പൊളിച്ചെടുക്കുന്നതിൻ്റെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയിരുന്നതായി ജഗൻമോഹൻ പറയുന്നു. പക്ഷേ ജഗൻമോഹൻ്റെ ന്യായമൊന്നും ചെവിക്കൊള്ളാൻ നിൽക്കാതെ പുലർച്ചയ്ക്ക് തന്നെ ബുൾഡോസറും എക്സിവേറ്ററും ഉപയോഗിച്ച് ബിൽഡിംഗ് നിരത്തിക്കഴിഞ്ഞിരുന്നു. ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മോദിയെ കൂട്ടുപിടിച്ച് ചന്ദ്രബാബു നായിഡുവിനെതിരെ കടുത്ത പ്രതികാര നടപടി എടുത്തിരുന്നു. അതേ നാണയത്തിൽ നായിഡു തിരിച്ചടിക്കുക 5 കൊല്ലത്തിനുള്ളിൽ YSR കോൺഗ്രസിനെ നാമാവിശേഷമാക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ പറയുന്നത്. 30 കോടിയുടെ കൊക്കൈൻ വിഴുങ്ങിക്കടത്തിയ ടാൻസാനിയൻ ദമ്പതികൾ കൊച്ചി വിമാനത്താവളത്തിൽ DIR സംഘം പിടികൂടി. 30 കോടിയുടെ മയക്കുമരുന്ന് വിഴുങ്ങി കൊച്ചിയിലെത്തിയ ടാൻസാനിയൻ ദമ്പതികൾ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ DR സംഘം അറസ്റ്റ് ചെയ്തു. ഒമാനിൽ നിന്ന് ഉള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിയ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ആലുവ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ശരീരത്തിനുള്ളിൽ ക്യാപ്സൂൾ രൂപത്തിലുള്ള കൊക്കൈൻ ഒളിപ്പിച്ചു വെച്ചത് തെളിഞ്ഞു. യുവാവിൻ്റെ വയറ്റിൽ നിന്നും ഏകദേശം 2 കിലോ കൊക്കൈനാണ് കണ്ടെടുത്തത്. യുവതിയുടെ വയറ്റിൽ സമാനമായ ക്യാപ്സൂൾ ഉണ്ടായിരുന്നുവെന്നും ശരീരത്തിൽ ദഹിച്ചു പോകാത്ത രീതിയിൽ ഉള്ള ക്യാപ്സൂളുകളാണ് സൂക്ഷിച്ച് കടത്തിയതെന്നാണ് അറിയുന്നത്. മായാവതിയുടെ പിൻഗാമി അനന്തരവൻ ആകാശ് ആനന്ദിന് വീണ്ടും തിരഞ്ഞെടുത്തു. BSP അധ്യക്ഷ മായാവതിയുടെ പിൻഗാമിയായി അനന്തരവൻ ആകാശ് ആനന്ദിനെ തെരഞ്ഞെടുത്തു. പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ ചുമതല തിരിച്ചു നൽകുകയും ചെയ്തു. ലക്നൌവിലെ BSP യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വാഷ് ഔട്ടായിരുന്നു. 2ാം തവണയാണ് ആനന്ദിനെ പിൻഗാമിയായി മായാവതി പ്രഖ്യാപിക്കുന്നത്.